നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത ശബ്ദങ്ങളെ തലച്ചോറിലെ തലാമസ് എന്ന ഭാഗം അവഗണിക്കുകയാണ് ചെയ്യുന്നത്. മഴയുടെ ശബ്ദം, ഫാനിന്റെ ശബ്ദം തുടങ്ങിയ പൊതുവായ ശബ്ദങ്ങളെ തലാമസ് അവഗണിക്കുന്നു. എന്നാൽ ആരെങ്കിലും നിങ്ങളുടെ പേര് വിളിക്കുകയോ കുഞ്ഞിന്റെ ശബ്ദമോ അങ്ങനെ പ്രാധാന്യമുള്ള ശബ്ദങ്ങളെ തലാമസ് തലച്ചോറിന്റെ ചിന്തിക്കുന്ന ഭാഗമായ സെറിബ്രൽ കോർട്ടെക്സിലേക്ക് അയക്കുന്നു. അങ്ങനെ പ്രാധാന്യമുള്ള ശബ്ദങ്ങളെ മാത്രം തലാമസ് സെറിബ്രൽ കോർട്ടെക്സ് എന്ന ഭാഗത്തേക്ക് അയക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഉണരുന്നത്. ശബ്ദങ്ങളുടെ വലുപ്പമല്ല തലാമസ് തെരഞ്ഞെടുക്കുന്നതിൽ നോക്കുന്നത്, അതിന്റെ പ്രാധാന്യമാണ്. വലിയ ശബ്ദമുള്ള ഒരു പരിപാടി ഒരു സദസ്സിൽ പോലും നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കും. എന്നാൽ അതിനിടയിൽ പ്രാധാന്യമുള്ള ഒരു ശബ്ദം, ആരെങ്കിലും നിങ്ങളെ വിളിക്കുക അല്ലെങ്കിൽ ഫുഡായി, ഭക്ഷണമായി തുടങ്ങിയ ശബ്ദങ്ങൾ തലാമസിലേക്ക് എത്തുമ്പോൾ അതൊരു സ്പെഷ്യൽ ശബ്ദമായി തലാമസ് തിരിച്ചറിയുന്നു. എന്നിട്ട് തലച്ചോറിന്റെ ചിന്തിക്കുന്ന ഭാഗമായ സെറിബ്രൽ കോർട്ടെക്സ് എന്ന ഭാഗത്തേക്ക് അയക്കുമ്പോഴാണ് നമ്മൾ ഉണരുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, മനുഷ്യന്റെ ശരീരം പെട്ടെന്നാണ് ഉറക്കം എന്നൊരു നിശ്ചലാവസ്ഥയിലേക്ക് മാറുന്നത്. ഒരു വലിയ ഫാക്ടറി പോലെയാണ് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത്. അത്രയും സജീവമായൊരു എഞ്ചിൻ എങ്ങനെയാണ് പെട്ടെന്നൊരു ഉറക്കം പോലെ ഒരു നിശ്ചലാവസ്ഥയിലേക്ക് നീങ്ങുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ടെക്നിക്കലി ചില സെറ്റപ്പുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. നമ്മുടെ തലച്ചോറിൽ പൈനിയൽ ഗ്ലാൻഡ് എന്ന ചെറിയൊരു ഗ്രന്ഥിയുണ്ട്. ഇത് വെളിച്ചം കുറയുമ്പോൾ, അത് സൂര്യന്റെ വെളിച്ചമാകട്ടെ, നമ്മുടെ വീട്ടിലെ ലൈറ്റ് ആകട്ടെ, നമ്മുടെ ഫോണിന്റെ വെളിച്ചമാകട്ടെ, വെളിച്ചം കണ്ണിൽ കുറയുമ്പോൾ മെലിറ്റോണിൻ എന്നൊരു ദ്രാവകം അതിൽ നിന്നും പുറത്തേക്ക് വരും. ഇത് നമ്മുടെ എല്ലാ അവയവങ്ങളിലേക്കും രക്തത്തിലൂടെ എത്തുകയും പെട്ടെന്ന് തന്നെ ശരീരത്തെ തളർത്തുകയും നമ്മളെ ഉറക്കത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യും. മെമ്മറി ഫയലും അപ്ഡേറ്റ് ആകുന്നത് ഉറക്കത്തിൽ തന്നെയാണ്. നമ്മൾ ആ പകലിൽ അനുഭവിച്ച ചെറിയ ചെറിയ ശബ്ദങ്ങൾ, ചെറിയ കാഴ്ചകൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതെല്ലാം തലച്ചോർ അവഗണിക്കുന്നു. പ്രാധാന്യമുള്ള കാര്യങ്ങളെ മാത്രം തലച്ചോർ ലോങ് ടൈം മെമ്മറിയിലേക്ക് മാറ്റുന്നു. ചുരുക്കി പറഞ്ഞാൽ മറ്റൊരു ദിവസത്തിന് വേണ്ടിയുള്ള, മറ്റൊരു ഷിഫ്റ്റിന് വേണ്ടിയുള്ള വലിയൊരു മുന്നൊരുക്കങ്ങളാണ് നമ്മുടെ തലച്ചോറിൽ നടക്കുന്നത്. പകലിൽ സാധാരണ നമ്മുടെ ഹൃദയം 60 മുതൽ 100 തവണ വരെയാണ് മിടിക്കുന്നത്. എന്നാൽ ഉറങ്ങുമ്പോൾ ഹൃദയം ഏകദേശം 40 തവണയായി ബ്ലഡ് സർക്കുലേഷനും കുറയുന്നു. ഖുർആനിൽ നിങ്ങളുടെ ഉറക്കത്തെ നാം വിശ്രമമാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. ഉറക്കത്തിൽ സ്വപ്നങ്ങളിലൂടെ നമ്മൾ കാണുന്ന ചലനങ്ങളിലൂടെ നമ്മുടെ ശരീരം ചലിക്കാതിരിക്കാൻ ബ്രെയിൻ നമ്മുടെ മസിൽസുകളെ തളർത്തുന്നു. ഇത് വലിയൊരു സേഫ്റ്റി ലോക്കാണ്. ശരിയായി ഉറങ്ങാത്തവരിൽ ഹൃദയാഘാത സാധ്യത കൂടുതലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഉറക്കം കുറയുന്നതിലൂടെ 100-ലധികം പ്രശ്നങ്ങൾ ശാരീരികമായും മാനസികമായും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്.